ചാനൽ. എന്തിനാത്? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് പാലക്കാട്ടാണ് കേട്ടോ. പാലക്കാട് എന്റെ ഒരു ഫ്രണ്ട് കല്യാണം ഉണ്ട് നാളെ എന്ന് വെച്ചാൽ സാറ്റർഡേ. ഇന്ന് തലേ ദിവസം അങ്ങനെയല്ലേ പറയുന്നത്? അതെ. ഇത് ചിക്കു. സംസാരിച്ചിട്ടില്ല. വേറെ ഒരാളുണ്ടല്ലോ, ഇവിടുന്ന് ഒരു ഹായ് കൊടുക്കൂ. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ഇപ്പം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. ഇവർക്ക് കുറച്ച് ഡ്രസ്സ് ഒക്കെ എടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ പോവാണ്. ഇവരുടെ കൂടെ ഞാൻ പോവാം. അപ്പൊ നാളെയാണ് കല്യാണം. ഞാൻ കല്യാണത്തിന്റെ വ്ലോഗ് ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചത്. ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ വ്ലോഗ് എടുക്കണം എന്ന് വിചാരിച്ചാണ്. പിന്നെ ഓൾറെഡി ലേറ്റ് ആയി. ഞാൻ വിചാരിച്ച ട്രെയിൻ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാതെ വന്നപ്പോ നല്ല ടയേർഡായി. പിന്നെ സൂഫി മന്തിയില് പാലക്കാട് വന്നിട്ട് മന്തി കഴിച്ചു. ഇവരും ഉണ്ടായിരുന്നപ്പോ അങ്ങനെ കിടന്നുറങ്ങി. ഇപ്പം രാവിലെ എണീറ്റു. ഇപ്പൊ നമ്മള് കടയിൽ വരെ പോവാണ്. പിന്നെ എനിക്ക് കല്യാണം മാത്രമല്ല, സാറ്റർഡേ കല്യാണവും സൺഡേ ഒരു എൻഗേജ്മെന്റും ഉണ്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ. അപ്പം എനിക്ക് 2 ദിവസം പാലക്കാട് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വെച്ച് കുറച്ച് വ്ളോഗ് ഒക്കെ എടുക്കാം, നല്ല കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ വ്ളോഗ് എടുത്ത് ഹെൽപ്പ് ചെയ്യണേന്ന്. ചെയ്യുവോ? ദൈവമേ പറയും, വീഡിയോ എടുത്ത് വെച്ചാൽ നന്നായി. നാളെ ചെയ്തില്ലെങ്കിൽ എന്റെ സബ്സ്ക്രൈബേഴ്സ് വന്ന് 8 സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്. ഗൈസ്, എന്റെ സബ്സ്ക്രൈബേഴ്സ് ഇതിന് കമന്റ് ചെയ്യണം കേട്ടോ. ഇവന് 4 4 8 ആണോ അതോ 9 പിന്നെ 4 8 അല്ലേ? തുടക്കത്തിൽ ഇങ്ങനെ പെതിയെ വളരത്തുള്ളൂ കേട്ടോ. അല്ലാതെ ഒറ്റയടിക്കുന്നു നമ്മള് വളരത്തില്ല. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഞാൻ വീഡിയോ ഇടാറുള്ളത് കൊണ്ട് ഞാൻ എല്ലാരും നിർബന്ധിക്കാറില്ല സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നു, എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് ഇപ്പോ പാലക്കാട്ട് ഡ്രസ് എടുക്കാൻ പോവാം. ഡ്രസ് എടുത്ത് കഴിയുമ്പോ കാണാം. യെസ്, നോക്കട്ടെ എവിടെയെങ്കിലും എവിടെയായിരിക്കും കേറുന്ന ഡ്രസ് എടുക്കാൻ. നമ്മൾ ഡ്രസ് വേൾഡിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് സ്റ്റുഡിയോ പോകും, സ്റ്റൈൽ യൂണിയൻ പോകും. ആർക്കൊക്കെ എടുക്കാന്? 4 പേർക്ക്. 4 പേരാരാ? നിനക്ക്, എനിക്ക്, എവിടെ? അവിടെ കല്യാണ വീട്ടില്. കല്യാണ വീട്ടിൽ എല്ലാവർക്കും നമ്മൾ എടുത്തു കൊടുക്കും. എല്ലാവർക്കും ഇവിടെ നമ്മളെ സെലക്ട് ചെയ്തോണ്ട് പോകും. അപ്പൊ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അവര് തിരിച്ചു വന്നിട്ട് ഇവിടെ 38 സൈസിന്റെ ഒരു ബ്ലാക്ക് ഷർട്ട്. അതെ, ബ്ലാക്കിന് പിന്നെ എന്നെ പോലെ നല്ല സെലക്ഷൻ ബോധമുള്ള ഒരാൾ നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട്. ഈ സാധനങ്ങളൊക്കെ മാത്രം എനിക്ക് ഇഷ്ടമില്ലാത്ത. ഇതുവരെ ഓക്കെ, എന്റെ കാര്യം സാധനങ്ങൾ എന്നെ പോലെ ഒരു സെലക്ഷൻ ബോധമുള്ള ഒരാൾ നിങ്ങളുടെ കൂടെ ഉള്ള, അപ്പൊ നിങ്ങൾക്ക് എന്തിന്റെ ബുദ്ധിമുട്ടണം? ഞാൻ നല്ല ലിപ്സ്റ്റിക് എടുത്തിട്ട് ഇവിടെ തേച്ച് കണ്ണിന്റെ പിരികത്ത് തേച്ചിട്ടുള്ളതാണ് ഇവളുടെ സെലക്ഷൻ ബോധം. അത് ബാക്കി വരുന്നത് കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ ഇവിടെ തൂത്തു. വായിൽ കുറച്ച് തേക്കായിരുന്നു, കളയണ്ടല്ലോ. ശരി, ഇനി കട എത്തിയിട്ട് കാണാം. ബൈ ഗൈസ്. ബൈ കൊടുക്കണ്ട, നമ്മള് നിർത്തിയില്ലല്ലോ. നീ പറ, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൂടെ പറഞ്ഞേക്കാം. അവിടെ എത്തി കാണാന്ന് പറയണം. അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഇവർക്ക് ഡ്രസ് എടുക്കാൻ നമ്മൾ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. എവിടെ പോന്നെ? എനിക്കറിയില്ല. എവിടെയാണ് കടയുടെ പേര്? ഡ്രസ് വേണ്ടോ? നല്ല ലൈറ്റ് അല്ല, നല്ല വെയില്. ഞാൻ അവിടെ എത്തിയിട്ട് വല്ല നല്ല കളക്ഷൻ ഉണ്ടെങ്കിൽ കാണിക്കാം. നിങ്ങൾ എല്ലാരും ഈ ഫ്രെയിമിൽ കേറുവോ? കൊള്ളാല്ലേ നമ്മളെ കാണും. Guys, ഈ ഡ്രസ് ഫ്രണ്ടായ സെലവ് അടിച്ചതാണ് guys. So thank you for gifting me this dress. എന്ത് ചെയ്യാൻ, ഞാൻ വാങ്ങിച്ചെടുത്തല്ലോ. സച്ചിൻ എങ്ങനെ പോകുന്നു?
കുറച്ച് ടഫ്. നിനക്ക് ഏത് കളറാ വേണ്ടേ? മെറൂൺ ഓവർകോട്ടിന് പറ്റിയ കോമ്പിനേഷൻ. നിനക്ക് ഏതാ വേണ്ടേ? എനിക്ക് ഒരു ബ്ലൂ കളർ. ബ്ലൂ. കളർ. നിനക്ക് എന്താ കളറാ വേണ്ടേ? ക്ലിപ്പച്ച. എനിക്കൊന്നും വേണ്ട, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. സോ ഇപ്പം ഞങ്ങള് ഡ്രസ് വേൾഡിൽ നിന്ന് ഇറങ്ങി. എല്ലാവർക്കും ഡ്രസ് കിട്ടിയില്ല കേട്ടോ. ആകെ ഒരാൾക്ക് മാത്രമേ ഡ്രസ് കിട്ടിയുള്ളൂ. അപ്പൊ അടുത്ത സ്പോട്ടിലോട്ട് പോയി. ഇനി എവിടാ പോന്നെ? ഇനി നമ്മള് വെസ്റ്റ് സൈഡ്. വെസ്റ്റ് സൈഡോ? യെസ്, ഇനി നമ്മൾ പോകുന്നത് വെസ്റ്റ് സൈഡിലേക്കാണ് ഗൈസ്. ഇവന്റെ ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കോ? എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല, എന്റെ ഫ്രണ്ടാ. ഇങ്ങോട്ട് ബൈ, അവിടെ വിളിക്കാം. നല്ല വെയില്. ഞങ്ങൾ 2 ഡ്രസ് വേൾഡ് ഓപ്പോസിറ്റ് ആയിരുന്നു, 2 ഷോപ്പും. 2 കേറി. പക്ഷെ നമുക്ക് ഡ്രസ് അത്ര സെലക്ഷൻ ഇല്ല. സാധനം ഉണ്ട്. നമുക്ക് എന്തോ നമുക്ക് ഇന്ന കളർ വേണം, ഇന്ന പോലെ വേണം, ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് കിട്ടിയില്ല. നല്ല സെലക്ഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ വിചാരിച്ചത് കിട്ടിയില്ല. അപ്പൊ അടുത്ത ഷോപ്പിലോട്ട് പോവാം. സോ നമ്മൾ ഇനി അടുത്ത വീഡിയോ ചെയ്യുന്നത് അടുത്ത ഷോപ്പിൽ വെച്ച്. ബൈ ഗൈസ്. അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. സ്റ്റൈൽ യൂണിയൻ സ്റ്റുഡിയോ. പിന്നെന്തോ ഇവിടെ ഉള്ളേ? ഇവിടെ വെസ്റ്റ് സൈഡ്, പിന്നെ കല്യാൺ 99. കല്യാൺ 99. യെസ്, കല്യാൺ 6. ഈ 4 ഷോപ്പ് ഉണ്ട്. അപ്പൊ ഇതിന് എവിടുന്നേലും ഒക്കെ നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നത് പൂ മാർക്കറ്റിലോട്ടാട്ടോ. നമുക്ക് കല്യാണത്തിന് ചെറുക്കന്റെ വണ്ടിയിൽ വെക്കാനുള്ള ബൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഇല്ലേ? ഇത് നമ്മുടെ ചെറുക്കന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയാണ്. ഇത്രയും ചെയ്തതിന് എത്ര രൂപയായി? 1200. ഞാൻ പിന്നെ കുറച്ച് പൂ വാങ്ങിച്ചു തലയിൽ വെക്കാനായിട്ട്. എന്റെ തലയിൽ മുല്ലപ്പൂ. ചെമ്പരത്തിയാണ് തപ്പിയത്, പക്ഷെ കിട്ടിയില്ല. എനിക്ക് മല്ലിപ്പൂ മേടിച്ചിട്ട് വരുമോ? നാളെ വരുമ്പോ എന്താ സിനിമയുടെ ഡയലോഗ്? നാളേക്ക് വരുമ്പോ എനിക്ക് കൊഞ്ചം മല്ലിപ്പൂ വാങ്ങിപ്പോ. മല്ലിപ്പൊടിയാണോ? മല്ലിപ്പൂ അത് ഡയലോഗാണത്. അതിലങ്ങനെ പറയുന്നുണ്ട്. മല്ലിപ്പൊടിയാണോ? അല്ല, അത് മേടിച്ചിട്ട് വരാം. അവന് മനസ്സിലാവുന്നുണ്ട്. ഇത് കറിവേപ്പിലയാട്ടോ. ഇതാണ് റെഡ് റോസ്. പ്രോപ്പറായിട്ട് ഇനി അടുത്ത വെസ്റ്റ് സൈഡ്. ഇതുകൂടെ കഴിഞ്ഞാൽ ഇനി ഞാൻ ഒരു ഡ്രസ്സ് കടയിൽ നിങ്ങൾക്കൊക്കെ വേണ്ടി നിൽക്കില്ല കേട്ടോ. ഇനി ഡ്രസ് ഇല്ല കേട്ടോ. ഇനി നടത്തിച്ച് മതിയായി. എന്നിട്ട് എന്ത് സ്നേഹത്തോടെ എനിക്കും എന്തെങ്കിലും വേണോന്ന് ചോദിക്കുന്നുണ്ടോ ആരേലും? എന്തേലും വേണോ കുട്ടി? എന്തേലും എടുക്കുവോ താങ്കൾ? 1500. പക്ഷെ കാലില് കാണാൻ നല്ല ഭംഗിയുണ്ട് ഫോട്ടോയില്. താങ്കൾക്ക് വല്ല ഇഷ്ടമായോ? താങ്കളോടാ ഇന്ന് നോക്കൂ. ഇഷ്ടമാവുന്നുണ്ട്. 200 rupees. ചാട്ടൊന്നും വരില്ലല്ലോ അല്ലേ? ഷൂസ് ഇഷ്ടമായോ? ഓക്കെ. ഇങ്ങനെ പോയിന്റഡ് ആയിട്ട് ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്നത്. ഇത് നിനക്ക് ഓഫീസ് വെയറും ആയിട്ട് യൂസ് ചെയ്യാം. സോ ഫോർമൽസ് ഒക്കെ ഇടുമ്പോ. നീ ഓഫീസിൽ പോകുന്നുണ്ടോ? അത് ഒരു പോയിന്റ് ആണ്. വർക്ക് ഫ്രം ഹോം അല്ല, എനിക്ക് വർക്ക് ഫ്രം ഹോം അല്ല. ജോലി ചെയ്യുന്ന ആളാ. ഓക്കെ. ഇവനെ പോലെ അല്ല. അതെ ഗൈസ്, ഞാൻ വർക്ക് ചെയ്യാം ഗൈസ്.
ഈ കൂട്ടത്തില് ഞാനും ഇവനും മാത്രമേ ഉള്ളൂ ഒന്നും എടുക്കാത്ത വാങ്ങിക്കാത്ത. നമ്മുടെ കയ്യിൽ പൈസ ഇല്ല ഗൈസ്, കാരണം നമ്മള് പാവപ്പെട്ടവരാ. റിച്ച് ഇത് HR ആണ് ഗൈസ്. അത് മുക്കൊണ്ടാണ് ഗൈസ്. ഇവരെവിടൊക്കെയോ നടന്ന് പണിയെടുക്കുന്നുണ്ട്. ഇത് മുക്കൊണ്ടാണ് ഗൈസ്. ഞാൻ ഭയങ്കര പാവം ഇതില്. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ ഒരു ചായ കുടിക്കാനാണ് പോയത്. കുറച്ച് ചായയും സ്നാക്സൊക്കെ കഴിച്ച് നേരെ കല്യാണ വീട്ടിലോട്ടാണ് പോയത്. അവിടെ എത്തിയിട്ട് എനിക്ക് കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ഹാപ്പി ഗായ്സ്. അവിടെ കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ വന്നില്ലേ ഈ ഭാഗം ഇങ്ങനെ മുകളിൽ നിൽക്കുന്നത് അതല്ല, നീ ഇത് പറ. ഇടയ്ക്ക് ഇത് പിടിക്കും, ഇങ്ങനെ പിടിക്കും. അതല്ല, ഇത് താലിയല്ലേ, എവിടെയാണ് താലി വരിക? വീണ്ടും ഇതെന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ട് വരണം, മുകളിൽ കൂടി വരണം. ഇതിന് അങ്ങനെ മുകളിലേക്ക് വരണം. അല്ലാണ്ട് താഴെ കൂടെ വന്നു കഴിഞ്ഞാൽ ഈ കെട്ടിന്റെ രൂപം അത് മുടി ഉണ്ടാവും, പൂവുണ്ടാവും, പിന്നെ അതിന്റെ മേലെ നല്ല തലറൊക്കെ വരുന്നുണ്ട്. തൊമ്പില്ലേ, തൊമ്പ് ചേർത്തിയാക്കിയിട്ട് ഇങ്ങനെ കെട്ടില്ലേ, കെട്ടി വരുമ്പോ അങ്ങനെ മുകളിലേക്ക് വരും. അപ്പൊ